വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാതെ UDF. രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ UDF തീരുമാനം. രാഹുലിനെതിരെ ഉയർന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളെന്ന് UDF കൺവീനർ. ആരോപണങ്ങൾ ഉയർത്തുന്നവർ നിയമസഭയിൽ ഉള്ളപ്പോൾ രാഹുലിനെ എന്തിന് മാറ്റി നിർത്തണമെന്ന് അടൂർ പ്രകാശ്. വിവരങ്ങളുമായി ദിലിഷ തിലകനുണ്ട്. തീർച്ചയായിട്ടും അഖില, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ള പരാതികളും ആരോപണങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരിട്ട് ആ ശബ്ദ സന്ദേശങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലടക്കം തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിലാണ് ഇപ്പോൾ വീണ്ടും നേതാക്കന്മാരുടെ ഒരു പ്രതികരണം ആ ഒരു വിഷയത്തിലുണ്ടാവുന്നത്. KPCC പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുമെന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് നേതാക്കൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് അയാൾക്ക് പിന്തുണയുമായിട്ട് വീണ്ടും മുന്നോട്ട് വരുന്നൊരു സാഹചര്യം. അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനപ്രീതിയുള്ള നേതാക്കന്മാർക്ക് നേരെ സ്വാഭാവികമായിട്ടും വരുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങൾ എന്നാണ് അടൂർ പ്രകാശ് MP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ വന്നിട്ടുള്ള പരാതികളെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായിട്ടും ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ വരുന്ന കഴമ്പില്ലാത്ത ആരോപണം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടില്ല എങ്കിൽ പോലും നേതൃത്വം ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ആദ്യം മാറ്റി നിർത്തി, പിന്നീട് സസ്പെൻഡ് ചെയ്തു. അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ ഒരു കോൺഗ്രസ് പാർട്ടി ഈ നാട്ടിലെ സ്ത്രീകളോട് ചെയ്യുന്നൊരു നീതി എന്നതിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ചെറുപ്പക്കാരനെ ഇത്രയധികം ക്രൂശിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് MP പറയുന്നത്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. കാരണം നേരത്തെയും ഇപ്പോൾ നിയമസഭയിലുള്ള പലർക്കും നേരെയും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും പലതരത്തിലുള്ള പരാതികളും എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും നിയമസഭയിലുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനും അവിടെ വന്നുകൂടാ? രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം മാറ്റി നിർത്തേണ്ട ആവശ്യം എന്ത് എന്നാണ് അടൂർ പ്രകാശ് MP ചോദിക്കുന്നത്. മാത്രമല്ല CPM പടച്ചുവിടുന്ന ആരോപണങ്ങളാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഇപ്പോഴും UDF നേതൃത്വം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.